നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് ഒരു മസാലക്കറി തയ്യാറാക്കാം. തേങ്ങ അരയ്ക്കാത്ത കറിയാണ്. പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. ഇതിനായിട്ട് 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, 2 വെളുത്തുള്ളി, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനായിട്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതിയാകും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ. തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കണം. ചെറുപയറും ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ കറി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ലതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.